ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കുറച്ച് മിച്ചം വന്ന ചോറുണ്ടെങ്കിൽ അതും കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസ് എനിക്ക് മിച്ചം വന്നതുണ്ടായിരുന്നു. അപ്പം അതൊരു 4 കപ്പാണ് എടുക്കുന്നത്. നമ്മൾ ബസ്മതി റൈസ് തലേദിവസം ഉണ്ടാക്കിയത്. അപ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ചെറിയൊരു നനവുണ്ടാവും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പശപ്പുണ്ടാവുമല്ലോ, ഇങ്ങനെ ഒന്ന് പിടിക്കും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കിനും. അപ്പോൾ അങ്ങനത്തെ 4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ്. ഞാൻ ക്യാബേജ് ഇത്ര 4 കപ്പ് ചോറിന് 1 കപ്പ് ക്യാബേജാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മെഷർമെന്റ് ഒക്കെ ഞാൻ പറയുന്നത് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിന്റെ ആണ് കേട്ടോ. അപ്പം കുറച്ച് ചെറുതായിട്ട് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാതിരിക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇത്രയത്തിനൊരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ ഇടുന്നത്. പിന്നെ ഒരു 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയും ആഡ് ചെയ്തിട്ട് ഇതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പോൾ തന്നെ ആ ചോറൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഞെങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു എല്ലാം ഒന്ന് പിടിക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പൗഡർ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്താ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. അത് കാരണം ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്തില്ല. പിന്നെ എരിവിന് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. അത്രയും ആഡ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഒരുമിച്ചാക്കി എടുക്കണം. കാരണം ഇത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച ചോറാണല്ലോ. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു പശപ്പുണ്ടാവും, ഒരു വെള്ളത്തിൻ്റെ മയം ഉണ്ടാവും. അപ്പം നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ചേർക്കുമ്പോൾ തന്നെ അത് നല്ല പ്രസ്സായിട്ട് ആ പശപ്പൊക്കെ ഉള്ളത് കാരണം നിങ്ങൾ പിടിച്ചു വന്നിട്ടുണ്ടാവും. ഈ പരുവത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബോൾസ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ഓവൽ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഗരം മസാല ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആ 4 കപ്പ് റൈസും പിന്നെ 1 കപ്പ് ക്യാബേജും ബാക്കി പൊടികളും സാധനങ്ങളൊക്കെ ഇട്ട് വന്നപ്പം എനിക്ക് ഇത്രയാണ് ക്വാണ്ടിറ്റി കിട്ടിയത്. ഇത്രയും ബോൾസും പിന്നെ ഞാൻ കുറച്ചൊരു ഓവൽ ഷേപ്പിലും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കിനും എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിനും ഈ ബോൾസ് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ആക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് സംഭവം റെഡി ആയിട്ടുണ്ടാവും. ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. കഴിച്ചു കഴിയുമ്പോഴത്തേനും ഇത് ചോറാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. പിന്നെ ഇത് അധികം അങ്ങനെ എണ്ണ കുടിക്കത്തൊന്നുമില്ല. അഥവാ എണ്ണ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു ടിഷ്യൂലേക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേനും ടിഷ്യൂലേക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങ് അബ്സോർബ് ആയി പോയിക്കോളൂ. ഇവിടെ നമ്മൾ പൊതുവെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്സിന് ഇങ്ങനെ ബ്രെഡ് ക്രംസും കൊണ്ടൊക്കെ കോട്ട് ചെയ്യാറൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. ആ ഒരു സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് പണി കഴിയും. ഒരു എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആക്കാനും പറ്റും. ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞു മക്കൾക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാവും. അവർക്ക് കൊടുക്കുമ്പോഴത്തേനും എരി വെച്ചിട്ട് കുറച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസും കൂടെയൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് മാഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. അതിനകത്ത് എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല. പാൻ നോക്കുമ്പോഴത്തേനും കാണാം ഞാൻ ഒഴിച്ച എണ്ണ ഒരുവിധം അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസി പീസി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അതും ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് ഒന്ന് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.